അംഗത്വം പുതുക്കാതെ CPM-മായി ഇടഞ്ഞു നിൽക്കുന്ന ജി സുധാകരൻ, മുൻ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നേരിട്ട് പങ്കെടുക്കില്ല. പെരുമ്പളം പാലത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ പങ്കുവച്ച ലൈവ് ലിങ്ക് സുധാകരൻ പിൻവലിച്ചു. അനുമതിയില്ലാതെ ലൈവ് ഇട്ടത് CPM DC-യിലെ അഡ്മിനാണ് എന്നടക്കമുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. രഘുനാഥ് നാരായണനുണ്ട്. രഘു, അദ്ദേഹം നിലപാട് കടുപ്പിക്കുകയാണോ? ഇപ്പോൾ ജില്ലാ കമ്മിറ്റി DC-യുടെ ഉൾപ്പെടെ ഇടപെടൽ അത് ഫലം കാണാതെ പോവുകയാണോ? ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ്? സുധാകരൻ മയപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒരു മണിക്കൂറത്തിനകത്തെ നീക്കത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം പെരുമ്പളം പാലത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ലൈവ് ലിങ്ക് അദ്ദേഹം സമൂഹ മാധ്യമമായ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആളുകളൊക്കെ നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് അദ്ദേഹം അതിൽ സന്തോഷിക്കുന്നു, പാർട്ടിയുമായി വഴങ്ങുന്നു എന്നുള്ളതാണ്. പക്ഷേ അല്പസമയത്തിനകം തന്നെ ആ ലൈവ് ലിങ്ക് അവിടെ നിന്ന് അപ്രതീക്ഷിതമാകുകയായിരുന്നു. അന്വേഷിച്ചപ്പോൾ സാധാരണ നിലയിൽ CPM നേതാക്കളുടെയൊക്കെ ഈ ഇത്തരം സമൂഹ മാധ്യമങ്ങളുടെ അക്കൗണ്ടിൻ്റെ പാസ്വേഡും മറ്റും DC ഓഫീസുമായി ബന്ധപ്പെട്ട് ചില ആളുകളുടെ ഉണ്ടാവും. അങ്ങനെ ആരോ പോസ്റ്റ് ചെയ്തതാണ് എന്നുള്ളതാണ് സുധാകരൻ്റെ അടുത്ത ആളുകൾ പറയുന്നത്. എന്തായാലും നിലവിൽ അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് വേണം നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. മാത്രവുമല്ല, മുഖ്യമന്ത്രിയും PWD മന്ത്രിയും ഇവിടെ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി ജി സുധാകരൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൂടെയാണ് ഉദ്ഘാടനത്തിനായി പോയതും, പെരുമ്പളം പാലത്തിൻ്റെയും ഒപ്പം തന്നെ AC റോഡിൻ്റെ ഉദ്ഘാടനത്തിനും. പക്ഷേ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ജി സുധാകരൻ്റെ വീട്ടിൽ അത്തരത്തിലൊരു സന്ദർശനം ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ മറ്റോ വെച്ചോ ഇരു നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമെന്നുള്ളതായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയുടെ മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടിയാണ്. അതിൽ ജി സുധാകരൻ്റെ വീടിൻ്റെ കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ നിലവിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ജി സുധാകരനെ അനുനയിപ്പിക്കാൻ മുഖ്യമന്ത്രി തന്നെ നേരിട്ടെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ ഉണ്ടായില്ല. പൊതുമരാമത്ത് മന്ത്രിയും ഈ വഴിയിലൂടെയാണ് കടന്നുപോയത്. അദ്ദേഹവും എത്തിയില്ല. സുധാകരൻ 3 ദിവസത്തിന് മുൻപ് സംസ്ഥാന സെക്രട്ടറിക്ക് അടക്കം വിമർശനം ഉന്നയിച്ച് അംഗത്വം പുതുക്കുന്നില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞതിന് ശേഷം ജി സുധാകരൻ ഇതുവരെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ മാധ്യമങ്ങളോടോ അത് സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല. ഇന്നലെ കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം G ഹരിശങ്കറും ഇവിടെ എത്തി പാർട്ടിയുടെ നയപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ പാർട്ടി എന്താണ് ഈ വിഷയത്തിൽ നിലപാട് എന്നുള്ള കാര്യം ജി സുധാകരനെ അറിയിച്ചിരുന്നു. അതിനുശേഷവും ജി സുധാകരൻ പിണക്കം തുടരുന്നു.